ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ടെമ്പററി ബ്രേക്കപ്പ് ആണ് എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. അതായത് പലപ്പോഴും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നത് ടെമ്പററി ആയിട്ടാണ്. അതായത് പെർമനന്റ് ആയിട്ട് ആ റിലേഷൻഷിപ്പിനോടോ അല്ലെങ്കിൽ ആ വ്യക്തിയോട് പലപ്പോഴും ബൈ പറയാറില്ല. ചില കേസുകളിലൊക്കെ വീണ്ടും പാച്ചപ്പ് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ പാച്ചപ്പ് ആവാൻ സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അത് ഇനി നമ്മൾ തന്നെ ബ്രേക്കപ്പ് പറഞ്ഞ ഒരു കേസിലാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ബ്രേക്കപ്പ് പറഞ്ഞ കേസിലാണെങ്കിൽ നമുക്കിത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ബിഫോർ ഗോയിങ് ടു വീഡിയോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ റിലേഷൻഷിപ്പ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സൈൻ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സൈൻ, നിങ്ങൾ ബ്രേക്കപ്പിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തതിന് ശേഷവും നിങ്ങൾക്കോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്നോ നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ കൺസേൺ, അല്ലെങ്കിൽ ബിഫോർ ബ്രേക്കപ്പ് എങ്ങനെയായിരുന്നോ നിങ്ങൾ ആ വ്യക്തിയെ കുറിച്ച് കൺസേൺഡ് ആയിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കെയർ ചെയ്യാൻ തോന്നിയിരുന്നത്, ആ ഒരു മെന്റാലിറ്റി തന്നെയാണ് നിങ്ങൾക്ക് സ്റ്റിൽ തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ കാര്യം. പലപ്പോഴും നമുക്ക് ആ വ്യക്തിയെ കുറിച്ച് ഒരു കൺസേൺ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കെയർ ചെയ്യണം, അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് നമ്മുടെ ആക്ഷൻസിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത്തരത്തിൽ ബ്രേക്കപ്പ് പറഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് ആ ഒരു സെയിം ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു സെയിം കൺസേൺ തന്നെയാണ് ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ സൈന് ഈ ഒരു റിലേഷൻഷിപ്പ് ടെമ്പററി ആയിട്ടാണ് ബ്രേക്കപ്പ് ആയിട്ടുള്ളത് എന്നുള്ളതിന്റെ. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ അറിയുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ നമുക്ക് തന്നെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ശ്രദ്ധയുള്ള ആളുകളോ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമുള്ള ആളുകളോ ഒക്കെ നമ്മളെ കുറച്ചുകൂടി ഒന്ന് അപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ മെന്റലി ഡൗൺ ആകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകളിൽ ആ റിലേഷൻഷിപ്പ് പോയത് നന്നായി, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വേണ്ട, അല്ലെങ്കിൽ നിനക്കത് ഒട്ടും നല്ലതല്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതായത് ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിന്നിരുന്ന സമയത്ത് ഉണ്ടായ എന്തെങ്കിലും ഇൻസിഡന്റ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കുറിച്ച് ബാഡ് മൗത്ത് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ കുറിച്ച് എഗെയിൻസ്റ്റ് ആയിട്ട്, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തികച്ചും അൺകംഫർട്ടബിലിറ്റി ആണ് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ സൈന്. ആക്ച്വലി നിങ്ങൾക്ക് ആ വ്യക്തിയെ കുറിച്ച് മോശമായിട്ട് കേൾക്കുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാൻ അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നുള്ളത് റിയൽ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ സൈന്. ആക്ച്വലി ആ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പ് ആണ്, അതല്ലാതെ പെർമനന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരിക്കലും അത് പാച്ചപ്പ് ആകാൻ സാധ്യതയില്ല, അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ വരുന്നില്ല. തീർച്ചയായും അതൊരു ടെമ്പററി ബ്രേക്കപ്പ് ആണ് എന്നുള്ളത് ഇങ്ങനെ ഒരു സൈൻ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തെ കാര്യം, നിങ്ങളെ സ്റ്റിൽ റെസ്പെക്ട് ചെയ്യുകയും നിങ്ങളോട് ആ ഒരു അൺകണ്ടീഷണൽ ലവ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അതൊരു പക്ഷേ വാക്കുകളിലൂടെ ആയിരിക്കില്ല. നമുക്കൊരാളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നമ്മളെ ഒരാൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ പ്രവൃത്തിയിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പല കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒരു പക്ഷെ നമ്മളെ കുറിച്ചുള്ള വ്യക്തമായ അപ്ഡേറ്റുകൾ നോക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിൽ ആ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിക്ക് ഫീലിങ്സ് ഉണ്ട് എന്നുള്ളത് അവരുടെ പ്രവൃത്തിയിലൂടെയോ വാക്കുകളിലൂടെയോ മനസ്സിലാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മണ്ടത്തരത്തിലോ അബദ്ധത്തിലോ ചെന്ന് ചാടുമോ എന്നുള്ള ഒരു പേടി കാരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു കൺസേൺ ആയിരിക്കാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പല രീതിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ ഒരു സൈൻ ഏതെങ്കിലും രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള ബ്രേക്കപ്പ് ആണ് എന്നുള്ളതിന്റെ. ഫൈനലി നമ്മൾ ഇവിടെ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്തായാലും ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു റീസൺ അതിന് പുറകിലുണ്ടായിരിക്കും. സോ ആ ഒരു റീസൺ നിങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഒരു ബിഗ് ഫൈറ്റ് നടന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗഡ് ഫീലിംഗ് വരുന്നുണ്ട്, അതായത് ഒരു ബിഗ് ഫൈറ്റിന് ശേഷവും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള തീരുമാനമാണ് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു വലിയൊരു സൈൻ, അതല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സൈന്. കാരണം ഒരു ബിഗ് ഫൈറ്റ്
കഴിഞ്ഞതിന് ശേഷവും നമുക്ക് അത് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നുണ്ട്, അവരോടോ അല്ലെങ്കിൽ നമ്മളോടോ നമുക്ക് സ്വയം ഫോർഗീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇത് വളരെ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് ഈവൻ ആഫ്റ്റർ എ ബിഗ് ഫൈറ്റ്, ഇതാണ് മറ്റൊരു സൈൻ നിങ്ങളുടെ ബ്രേക്കപ്പ് ടെമ്പററി ആണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. സോ ഈ 4 കാര്യങ്ങളും അല്ലെങ്കിൽ 4 ക്ലിയർ സൈൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുമായിട്ടുള്ള ബ്രേക്കപ്പ് ഒരു ടെമ്പററി ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്